മദീനയിലെ പ്രവാചകന്റെ പള്ളിയിലെത്തുന്ന വിശ്വാസികൾക്ക് ചായയും കാപ്പിയുമൊക്കെ സമ്മാനിച്ചിരുന്ന ജീവകാരുണ്യ പ്രവർത്തകൻ നിര്യാതനായി. 4 പതിറ്റാണ്ടിലേറെയായി വിശ്വാസികളെ സൽക്കരിച്ചു വരുന്ന അബൂ സബ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് മരിച്ചത്. ഇത് അബുസബ എന്നറിയപ്പെടുന്ന ഷെയ്ഖ് ഇസ്മായിൽ അൽ സൈം. സിറിയയിലെ ഹമാ നഗരത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനനം. 50 വർഷങ്ങൾക്ക് മുമ്പ് മദീനയിലെത്തി സ്ഥിരതാമസം ആരംഭിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അതീവ തൽപരൻ. മദീനയിലെ പ്രവാചകന്റെ പള്ളിയിലെത്തുന്ന വിശ്വാസികൾക്ക് ചായയും അറബി ഗഹ്വയും റൊട്ടിയും ഈത്തപ്പഴവുമെല്ലാം സൗജന്യമായി വിതരണം ചെയ്യുന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇഷ്ടദിനചര്യ. 42 വർഷത്തോളമായി മുടക്കമില്ലാതെ ഈ അതിഥി സൽക്കാരം തുടർന്നു. പ്രായാധിക്യം മൂലമുള്ള ശാരീരിക അവശതകളൊന്നും വകവെക്കാതെ ദിവസങ്ങൾക്ക് മുമ്പ് പോലും തന്റെ ദിനചര്യയിൽ സജീവമായിരുന്നു അദ്ദേഹം. എന്നാൽ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ അദ്ദേഹം നിര്യാതനായി. 96 വയസ്സായിരുന്നു. സ്വന്തം വീട്ടിൽ നിന്നും ചായയും കാപ്പിയും തയ്യാറാക്കി നിരവധി ഫ്ലാസ്കുകളിൽ നിറച്ചു കൊണ്ടുവരും. മസ്ജിദ് നബവിയുടെ ഓരത്ത് ഒരു മേശയിൽ തട്ടുവെച്ച് ഗ്ലാസുകളിൽ ഒഴിച്ച് നിരത്തിവെക്കും. കൂടാതെ റൊട്ടിയും ഈത്തപ്പഴവും മറ്റു വിഭവങ്ങളും ഉണ്ടാകും. ഗ്ലാസുകളിലേക്ക് സ്വന്തം കൈകൾ കൊണ്ട് തന്നെ പകരുന്നതായിരുന്നു അദ്ദേഹത്തിന് താൽപര്യം. എന്നാൽ വാർദ്ധക്യ സഹജമായ ശാരീരിക അവശതകൾ മൂലം ചിലപ്പോഴൊക്കെ മക്കളും സഹായത്തിനുണ്ടാകും. ചിലപ്പോഴൊക്കെ ഖുബാ പള്ളിയുടെ പരിസരത്തും കാണാം. ദൈവപ്രീതിയല്ലാതെ മറ്റൊന്നും തനിക്ക് ആവശ്യമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. 1982 ആരംഭിച്ച തന്റെ അതിഥി സൽക്കാരവും സേവന പ്രവർത്തനങ്ങളും ജീവിതാവസാനം വരെ തുടർന്നു. മദീനയിലെത്തുന്ന വിശ്വാസികളെ സ്നേഹത്തോടെ സൽക്കരിക്കാൻ ഇനി മുതൽ ഷെയ്ഖ് ഇസ്മായിൽ അബുൽ സബ ഉണ്ടാകില്ല. എങ്കിലും ഒരിക്കലും മറക്കാത്ത ഒത്തിരി നല്ല ഓർമ്മകൾ ബാക്കി വെച്ചാണ് അദ്ദേഹം യാത്രയായത്. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, മദീന.